എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്? വെള്ളാപ്പള്ളി നടേശനെ നിർബന്ധിക്കുന്ന 3 കാര്യങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിന് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, നമുക്കറിയുന്നത് പോലെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇരിക്കുന്നത് അനധികൃതമായിട്ടാണ് കേട്ടോ. 2015 ഓഗസ്റ്റിലാണ് ഏറ്റവും അവസാനം SNDP യോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. 2020 ഓഗസ്റ്റിൽ യഥാർത്ഥത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിക്കണം, വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടണം. പക്ഷേ തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഈ SNDP യോഗത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാതിനിധ്യ വോട്ടാണ്. 200 പേർക്ക് ഒരാൾ എന്ന നിലയ്ക്കാണ് വോട്ടവകാശം. ആ പ്രാതിനിധ്യ വോട്ടെടുത്ത് കളയണമെന്നും മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അനുകൂല ഉത്തരവാണെന്ന് ഇട്ടത്. എന്ന് മാത്രവുമല്ല, IG രജിസ്ട്രേഷനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എല്ലാവർക്കും വോട്ടവകാശം നൽകി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന്. അപ്പോൾ ഇതാ പിണറായി വിജയൻ സർക്കാർ വെള്ളാപ്പള്ളി നടേശന് സഹായവുമായി രംഗത്തെത്തുന്നു. നോക്കൂ, IG രജിസ്ട്രേഷൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു സമിതിയെ അങ്ങ് രൂപീകരിച്ചു. പിന്നൊരു കാര്യവും നടന്നിട്ടില്ല. എന്തിനാണ് ഇത്തരത്തിലുള്ള സമിതികളെ നിയോഗിക്കുന്നത്? ഒരർത്ഥത്തിൽ ഈ പറയുന്ന നടപടികളെല്ലാം മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിൽ SNDP ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒത്താശയോടെയാണ്, പരോക്ഷമായ പിന്തുണയോടെയാണ്. എന്ന് മാത്രവുമല്ല, വെള്ളാപ്പള്ളി ഈ പറയുന്ന കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കഴിഞ്ഞ മാസം ഒരു ഉത്തരവിട്ടിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ പ്രാതിനിധ്യ വോട്ടിന്റെ കാര്യമെന്ന്. കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ BJPയുടെ പ്രഭാരി കണിച്ചുകുളങ്ങര വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത്. എന്ന് മാത്രമല്ല, ഒരു ഉറപ്പുകൂടി കൊടുത്തിട്ടുണ്ട്, പ്രാതിനിധ്യ വോട്ട് ഉറപ്പാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കേരളത്തിൽ അവർക്കൊരു പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട്. രാജ്യത്ത് തന്നെ ഈ പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ നിശ്ചയമായും അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണർവുണ്ടാക്കുമെന്ന കാര്യത്തിൽ BJPക്ക് ഒരു സംശയവുമില്ല. അത് തടയുക എന്നുള്ളതാണ് താൽക്കാലികമായെങ്കിലും BJPയുടെ ലക്ഷ്യം. അതിന് പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി പറയിപ്പിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം ആസൂത്രണം ചെയ്യുന്നത് BJP നേതാവ് തന്നെയാണ്. ഇനി രണ്ടാമത് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? അതൊരു തട്ടിപ്പ് കേസാണ്. അതിന്റെ പേരാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന് പറയുന്നത്. ആ തട്ടിപ്പ് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്ന ആരാണ്? 2015 നമ്മൾ ആ വാർത്ത കേൾക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദനാണ് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് ആ കേസ് എന്ന് പറയുന്നത്? പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷൻ സാധാരണക്കാർക്ക്, പിന്നാക്കക്കാർക്ക് ചെറിയ പലിശയ്ക്ക് വായ്പ നൽകും. 2% പലിശ. അവിടെ നിന്ന് പൈസ കടമെടുത്തിട്ട് ഈ പറയുന്ന 12% പലിശയ്ക്ക് മറിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള കേസ്. ആ കേസിലെ 1-ാം പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചത് പലിശ നടേശൻ എന്നാണ്. ആ കേസ് കഴിഞ്ഞ 10 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുരോഗതിയുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കടപ്പാടല്ല വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയനോടുള്ളത്.